വഖഫ് നിയമ ഭേദഗതിക്കെതിരെ സോളിഡാരിറ്റി SIO പ്രവർത്തകർ കരിപ്പൂർ വിമാനത്താവളത്തിലേക്ക് നടത്തിയ മാർച്ചിനെ ചൊല്ലി വിവാദം രൂക്ഷമാവുകയാണ്. മുസ്ലിം ബ്രദർഹുഡ്, ഹമാസ് നേതാക്കൾ തുടങ്ങിയവരുടെ ഫോട്ടോ പ്രതിഷേധക്കാർ ഉയർത്തിക്കാണിച്ചെന്ന് ചൂണ്ടിക്കാണിച്ചാണ് പുതിയ ചർച്ചകൾ ഇപ്പോൾ സൈബർ ലോകത്തും വരുന്നത്. ഈജിപ്തിലെ മുസ്ലിം ബ്രദർഹുഡ് സ്ഥാപകൻ ഇമാം ഹസനുൽ ബന്ന, എഴുത്തുകാരനും മുസ്ലിം ബ്രദർഹുഡ് നേതാവുമായ സയ്യിദ് ഖുതൂബ്, ഹമാസ് നേതാക്കളായ അഹമ്മദ് യാസിൻ, യഹ്യ സിൻവാർ എന്നിവരുടെ ഫോട്ടോകളെ ചൊല്ലിയാണ് നിരന്തരം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചകളും നടക്കുന്നത്. വഖഫ് ഭേദഗതി നിയമത്തിനെതിരെ ജമാഅത്തെ ഇസ്ലാമിയുടെ യുവജന സംഘടനയായ സോളിഡാരിറ്റിയും വിദ്യാർത്ഥി സംഘടനയായ SIOയും സംയുക്തമായി കരിപ്പൂർ എയർപോർട്ട് പരിസരത്ത് നടന്ന ഉപരോധ സമരം രഹസ്യാന്വേഷണ ഏജൻസികളും ഇപ്പോൾ പരിശോധിച്ചു വരികയാണ്. സമരത്തിൽ പ്രകോപനപരമായ മുദ്രാവാക്യങ്ങളും ഹമാസ് നേതാക്കൾ ഉൾപ്പെടെയുള്ളവരുടെ ചിത്രവും ഉണ്ടായിരുന്നു. വഖഫ് ഭേദഗതി നിയമം മുസ്ലിം വംശഹത്യയ്ക്ക് കളമൊരുക്കുന്നുവെന്നാണ് സമരക്കാരിൽ ചിലർ പ്രസംഗിച്ചത്. അല്ലാഹുവിനാണ് സമർപ്പിച്ചത്, മോദിക്ക് പാട്ടത്തിന് കൊടുത്തതല്ലെന്ന് എന്നതടക്കമുള്ള പ്ലക്കാർഡുകളുമായിട്ടാണ് സമരക്കാർ എത്തിയത്. കേരളത്തിൽ വർഗീയ കലാപത്തിന് വിത്തിടാനുള്ള ശ്രമമാണോ ഇതെന്നാണ് രഹസ്യാന്വേഷണ ഏജൻസികൾ ഇപ്പോൾ പ്രധാനമായും അന്വേഷിച്ചു വരുന്നത്. സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ച് ഇത് സംബന്ധിച്ച് തെളിവെടുപ്പ് തുടങ്ങിക്കഴിഞ്ഞു. അതീവ സുരക്ഷാ മേഖലയായ വിമാനത്താവള പരിസരത്തെ സമരം ഏറെ ഗൗരവത്തോടെയാണ് ഇന്റലിജൻസ് അധികൃതരും നോക്കിക്കാണുന്നത്. സംഭവത്തിൽ 6 പേർക്കെതിരെ കേസ് എടുത്തിട്ടുണ്ട്. 2 പേർ റിമാൻഡിലാണ്. എയർപോർട്ട് ഉപരോധത്തിനിടെ സംഘർഷമുണ്ടായിരുന്നു. അതേസമയം ഇന്ത്യയിൽ നടക്കുന്ന ഒരു സമരത്തിൽ എന്തിനാണ് ആഗോള ഭീകരവാദത്തിന്റെ അപ്പോസ്തലന്മാരുടെ ചിത്രം ഉയർത്തിപ്പിടിക്കുന്നത് എന്നതിൽ നിന്നു തന്നെ സോളിഡാരിറ്റിയുടെ SIOയുടെയും അജണ്ട മനസ്സിലാക്കാം എന്ന് എല്ലാവരും പറയുന്നു. വഖഫ് സമരത്തിന്റെ മറവിൽ ചെറുപ്പക്കാരിലേക്ക് തീവ്രവാദം കുത്തിവെക്കുകയാണ് ഇവർ ചെയ്യുന്നത് എന്ന് സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റുകൾ വിമർശനം ഉന്നയിച്ചു കഴിഞ്ഞു. വിമാനത്താവളങ്ങൾ പോലെ അതീവ സുരക്ഷാ മേഖലകൾ പ്രക്ഷോഭങ്ങളും പ്രകടനങ്ങളും നടത്താൻ പാടില്ല എന്ന സ്ഥലങ്ങൾ തന്നെയാണ്. ഈ ഒരു നിയമം അറിഞ്ഞുകൊണ്ടാണ് സോളിഡാരിറ്റി പരിപാടി പ്ലാൻ ചെയ്തത് എന്ന് വിമർശനം ഉയരുന്നുണ്ട്.